മലയാള സിനിമാ രംഗത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സർക്കാർ നടപടിയെടുക്കാത്തതിലെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ 4.5 വർഷമായിട്ടും സർക്കാർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ റിപ്പോർട്ട് പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. മലയാള സിനിമയിലെ നടുക്കുന്ന വിവരങ്ങൾ എണ്ണിപ്പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ അതിശക്തമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷമായി സർക്കാർ പുറത്തുവിടാത്തത് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. സ്ത്രീപീഡന കേസുകളിലടക്കം അടിയന്തര നടപടി സ്വീകരിക്കേണ്ടേ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. സർക്കാർ പശ്ചാത്തപിക്കണം, സർക്കാർ അതിന് മറുപടി പറയണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 4.5 വർഷം അതിൻ്റെ മേലെ അടയിരുന്നതിൻ്റെ രഹസ്യമാണ് മനസ്സിലാവാത്തത്. പോസ്കോ കേസുകളോ സ്ത്രീപീഡന കേസുകളോ വെളിവായാൽ അതിൻ്റെ പേരിൽ സർക്കാർ അടിയന്തരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അതിൻ്റെ നിയമവശം. അത് ചെയ്യാതെ 4 വർഷം പൂർത്തി വെച്ചിട്ട് ഇപ്പോൾ പുറത്ത് വന്ന ശേഷം ഞങ്ങൾ ആ മീറ്റിംഗ് വിളിച്ചു, ഈ മീറ്റിംഗ് വിളിച്ചു, ഞാൻ കോൺഫറൻസ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാൽ ഇത് 4 വർഷത്തിന് മുമ്പ് ചെയ്തുകൂടെ? കഥകിൽ വന്ന് മുട്ടി എന്നതിനേക്കാൾ ഞാൻ ഞെട്ടിയത് ആ കഥകിൽ വന്ന് മുട്ടുന്ന ആ മുട്ടല് ഈ 4 കൊല്ലക്കാലവും തുടർന്നോട്ടെ എന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തതിനെയാണ്. എന്നാൽ പ്രതിപക്ഷ വിമർശനത്തെ പ്രതിരോധിച്ച CPM ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നാണ് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു. അതിൻ്റെ നിയമപരമായിട്ടുള്ള നിയമസാധുത കൂടി പരിശോധിച്ചുകൊണ്ട് സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതിനകത്ത് നല്ല മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരും ഒക്കെ ഉണ്ടാവാം. ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു നടപടി സിനിമാ മേഖലയിൽ കൊണ്ടുവരണം. കേരളം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ സമത്വത്തിൻ്റെയും ലിംഗനീതിയുടെയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയതിന് കാരണം സിനിമാ മേഖലയിലെ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന സംവിധായകൻ വിനയൻ. ഒരു സംസ്ഥാന മന്ത്രിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിനയന്റെ ആരോപണം. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ റിപ്പോർട്ടിൽ വിശദാംശങ്ങളൊന്നുമില്ലെന്ന് എഴുത്തുകാരി സാറാ ജോസഫും പ്രതികരിച്ചു. റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കറക്റ്റായിട്ടുള്ള കൃത്യമായ നടപടി എടുക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് സംവിധായകൻ ബ്ലസ്സി. തൊഴിൽ സാഹചര്യങ്ങളിൽ നിലവിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊക്കെ, പക്ഷേ ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ലഭിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പക്ഷെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.